എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ നിത്യേന നാം ഉപയോഗിക്കുന്ന വെജിറ്റബിളിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് നല്ല ഒന്നാന്തരം ഒരു ജൈവവളം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. അതിനായി നമുക്ക് വേണ്ടത് ഒരു അടപ്പുള്ള പ്ലാസ്റ്റിക് ബക്കറ്റോ അല്ലെങ്കിൽ ചട്ടിയോ ആണ്. ബക്കറ്റിനടിയിലായിട്ട് ചകിരിയോ കരിയിലയോ നിരത്തിയിടണം. എന്നിട്ട് നമുക്ക് നിത്യേന കിട്ടുന്ന ജൈവാവശിഷ്ടങ്ങൾ അതിൽ നിക്ഷേപിക്കണം. ഇടയ്ക്ക് ഒരല്പം കരിയിലയോ അറക്കപ്പൊടിയോ ചകിരിച്ചോറോ അതിന് മുകളിൽ വിതറിയിടണം. അവശിഷ്ടങ്ങൾ ഇടുമ്പോൾ അത് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്കൊന്ന് നിരത്തിയിടാം. എന്നിട്ട് നമ്മൾ ഇത് കമ്പോസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇടുന്നത് ഇന്നോക്കുലമാണ് ചേർത്ത് കൊടുക്കുന്നത്. അഴുകൽ പ്രക്രിയ പെട്ടെന്ന് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൂക്ഷ്മജീവികൾ ചേർന്ന ഇന്നോക്കുലം ഇട്ട് കൊടുക്കുന്നത്. ഇന്നോക്കുലം ലഭിക്കാത്തവർക്ക് EM ലായനി അല്ലെങ്കിൽ വേസ്റ്റ് ഡീകമ്പോസ്റ്റർ എന്നിവ ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. ഇതിലേക്ക് നമ്മളിപ്പോൾ ഇന്നോക്കുലം വിതറിയിട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. നമുക്ക് 2 വേസ്റ്റ് ബിന്നുണ്ട്. ഇത് നിറഞ്ഞ ശേഷം നമ്മളിത് അടിയിലേക്ക് എടുത്ത് വയ്ക്കും. ഒരു 2 മാസത്തിനുള്ളിൽ അത് നല്ല ഒരു ജൈവവളമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അടിയിലിരിക്കുന്ന ജൈവവളം നമ്മൾ മാറ്റിയ ശേഷം ആ ടിന്നാണ് വീണ്ടും നമ്മൾ ജൈവാവശിഷ്ടം ഇടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വയ്ക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ദിവസേന എടുത്ത് വെച്ച തേയിലച്ചണ്ടിയാണ്. പിന്നെ നമുക്ക് മുട്ടത്തോടൊക്കെ ഉപയോഗിക്കാം. മുട്ടത്തോടൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്പം പൊടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇടുന്നവരാണെങ്കിൽ അത് എണ്ണ കലർന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ മുള്ള്, എല്ലിൻ്റെ അവശിഷ്ടങ്ങൾ അങ്ങനെയൊക്കെ വരുന്നതൊക്കെ ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ കോവലിൻ്റെ ഭാഗത്തു നിന്ന് മണ്ണ് മാറ്റിയിട്ടതാണ്. നമുക്ക് നല്ല ജൈവവളം ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. അത് കോവലിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ജൈവവളം ചുറ്റിനും വിതറിയിട്ട ശേഷം നന്നായിട്ട് മണ്ണിട്ട് മൂടി നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ സസ്യങ്ങൾ നന്നായിട്ട് വളരാനും പൂവിടാനും നിറയെ കായ്ഫലം ഉണ്ടാകുവാനും നല്ല ഒരു വളപ്രയോഗമാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.